ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വന്ദനം. ആവേ മരിയ ഇമ്മാനുവൽ. നമ്മളിന്ന് ചിന്തിക്കുന്ന വചനഭാഗം ലൂക്ക 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു പോയവരാകാം, ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്തവരാകാം, അല്ലെങ്കിൽ ഭവനമില്ലാത്തവരാകാം, പലതരത്തിൽ രോഗപീഠകളാവാം, കുട്ടികളുണ്ടാവാത്ത അവസ്ഥയാവാം. പല മേഖലകളിലും നമുക്ക് നിന്ദനങ്ങളും അവർ തന്നെ ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, തകർച്ചകളുണ്ടായിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും കണ്ണീരിലേക്ക് പോകാതെ, തകർച്ചയിലേക്ക് പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ നമ്മുടെ പരാജയത്തിൻ്റെ മേൽ ദൈവത്തെ, യേശുക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുക. ഏതു മേഖലയിലാണോ നമ്മൾ തകർന്നു പോയത്, ആ മേഖലയുടെ മുകളിൽ യേശുക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ച്, യേശുക്രിസ്തുവിനെ വെച്ച് നമ്മൾ ആ പരാജയം അവിടത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു തകർച്ച, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഏത് കാര്യത്തിലാണോ നമ്മൾ വീണുപോയത്, ആ മേഖലയുടെ മേൽ യേശുക്രിസ്തുവിനെ വയ്ക്കുക. യേശുക്രിസ്തുവിൽ എല്ലാം സാധ്യമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന്, അതായത് മനുഷ്യ മക്കൾക്ക് അസാധ്യമായത്, ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അബ്രഹത്തിൻ്റെയും സാറയുടെയും അവസ്ഥ നോക്കൂ. മൃദുപ്രായരായ അവർക്ക് മക്കളില്ലാതിരുന്ന ആ വൃദ്ധ ദമ്പതികൾക്ക് ദൈവം ഇസാക്കിനെ നൽകി അനുഗ്രഹിച്ചു, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളും നമ്മുടെ അസാധ്യതകളിലേക്ക് യേശുക്രിസ്തുവിനെ കൊണ്ടുവരിക, പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുക. ദൈവകരങ്ങളിൽ നമ്മുടെ എല്ലാ അസാധ്യതകളും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിൽ ദൈവം വരും. നമ്മളായിരിക്കുന്ന അവസ്ഥകളിലേക്ക് യേശുക്രിസ്തു ഇറങ്ങി വരും, നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് മക്കളെ പറയുന്നത്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന്. ഉദാഹരണമായി ഈ പറയുന്ന എൻ്റെ ജീവിതം തന്നെ എടുക്കുകയാണെങ്കിൽ, 9 വർഷക്കാലമായി കുട്ടികളില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവാനായിട്ട് യാതൊരുവിധ സാധ്യതയും ഇല്ലാതിരുന്ന അവസ്ഥകളിൽ ദൈവത്തിൻ്റെ കരുണ ഇറങ്ങി വരികയും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അസാധ്യമെന്ന് ഞാൻ കരുതിയ ഒരിക്കലും സാധിക്കില്ല, അത് കുട്ടികളെ ദത്തെടുക്കാം എന്നൊക്കെ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതികളുമായി നടന്നിരുന്ന എനിക്ക് സാധിക്കാത്ത ആ ഒരു കാര്യത്തിലേക്ക് യേശുക്രിസ്തു കനിവായി ഇറങ്ങി വന്നു. ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ ഈ വചനം നമ്മൾ ധ്യാനിക്കുക, നിരന്തരം ആവർത്തിച്ച് ചൊല്ലുക. വിലാപങ്ങൾ 3-ാം അധ്യായത്തിൽ പറയുന്നു, അവിടുത്തെ ക്രോധത്തിൻ്റെ ദണ്ഡനം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. പ്രകാശത്തിലേക്കല്ല, കൂരിരുട്ടിലേക്കാണ് അവിടുന്ന് എന്നെ തള്ളിവിട്ടത്. ഈ ഒരു ഭാഗം നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ ഏതവസ്ഥയിലാണോ നമ്മളായിരിക്കുന്നത്, ആ അവസ്ഥ ദൈവം അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നമ്മളായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാം. എങ്കിലും വീണ്ടും ആ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ദുഃഖത്തിലായിരിക്കാം, കണ്ണുനീരിലായിരിക്കാം, പക്ഷെ നമ്മൾ പ്രത്യാശ കൈവിടരുത്. അബ്രാഹാം വിശ്വാസം വഴിയാണ് നീതീകരിക്കപ്പെട്ടത്. നമ്മളും വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വിശ്വാസം, പ്രത്യാശയൊക്കെ നമ്മൾ ഉള്ളിൽ കരുതണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കത്തിജ്വലിക്കണം. ഏത് തകർച്ചയിലും നമ്മൾ പാടെ വീണു പോകാതെ നമ്മൾ ദൈവത്തിലേക്ക് മുഖം തിരിക്കുക. നമ്മുടെ പ്രത്യാശ കൈവിടരുത്. നമ്മൾ ദുരിതത്തിലാണെങ്കിലും
നമ്മൾ ദൈവത്തോട് പ്രത്യാശയോടു കൂടി പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ അങ്ങയുടെ സഹായം ആവശ്യമുണ്ട്. അങ്ങയുടെ സഹായം കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവെ, എന്നെ സഹായിക്കണമേ എന്ന് നിരന്തരം വിളിച്ചപേക്ഷിക്കുക. 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ പ്രത്യാശ കൈവെടിയരുത്. നിരന്തരം പ്രാർത്ഥിക്കുക. ദൈവം കനിയും. നമ്മൾ അർപ്പിച്ചിരിക്കുന്നത് മനുഷ്യകരങ്ങളിലല്ല, ദൈവകരങ്ങളിലാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. അതിനാൽ വചനഭാഗം പറയുന്നത് പോലെ തന്നെ, എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം എന്ന് പറയുകയാണ്. ജെറമ്യ പ്രവാചകൻ്റെ 33-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ അതിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളും ഓർക്കുക. വീണ്ടും വാഗ്ദാനം. ജെറമ്യ തടവിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരുളി ചെയ്തു, ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ്, അവിടുത്തെ നാമം കർത്താവ് എന്നാണ്, അരുളി ചെയ്യുന്നു. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ, നമ്മൾ ഏത് എങ്ങനെ തകർച്ചയിലായിരിക്കുന്നുവോ, ഏത് അവസ്ഥയിലായിരിക്കുന്നു, എത്ര തകർച്ച ഉണ്ടായിരിക്കട്ടെ, നമ്മൾ കർത്താവിൻ്റെ നാമം വിളിക്കുക. അവിടുത്തെ പാദങ്ങളിൽ നമ്മുടെ കണ്ണുനീർ ഇറ്റിറ്റ് വീഴട്ടെ. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്തപിക്കുക. കർത്താവേ, അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ നിരവധിയായ പാപങ്ങൾ അവിടുത്തെ കരുണാർദ്രമായ ഹൃദയത്തിൽ നിന്നൊഴുകിയ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും ശക്തിയാൽ കഴുകപ്പെടട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് നമ്മൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക. വീണ്ടും പറയുകയാണ് വചനഭാഗം, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. കണ്ടോ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ വർഷിക്കും. ഒരിക്കൽ കൂടി വചനഭാവം നമുക്ക് വായിക്കാം. വീണ്ടും വാഗ്ദാനം. ജെറമ്യ 33. ജെറമ്യ തടവിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരുളി ചെയ്തു, ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ്, അവിടുത്തെ നാമം കർത്താവ് എന്നാണ്, അരുളി ചെയ്യുന്നു. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ, ഇമ്മാനുവൽ. ഈ വചനഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. ആമേൻ.